പരിഭ്രാന്തരായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പരസ്പരം ബി.ജെ.പി. ബന്ധം ആരോപിച്ച് പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരിക. കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് ബി.ജെ.പിയെ ജയിപ്പിക്കാൻ LDF-ഉമായി ധാരണയുണ്ട്. LDF പറയുന്നത് UDF-ഉം ബി.ജെ.പിയും തമ്മിലാണ് ധാരണ. ഒരു കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു, ബി.ജെ.പി. ഇത്തവണ കേരളത്തിൽ നല്ല നിലയിൽ വിജയിച്ചു മുന്നോട്ട് പോകും. ബി.ജെ.പിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സീറ്റുകൾ കിട്ടിയാൽ, തൃശ്ശൂരിലൊക്കെ കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കെ മുരളീധരൻ സ്ഥാനാർത്ഥി തന്നെ പറയാണ്, സീറ്റുകളടക്കം 2 സീറ്റ് ബി.ജെ.പിക്ക്, 18 സീറ്റ് LDF. പരാജയം അണക്കുകയാണ് UDF-ന്റെയും LDF-ന്റെയും നേതാക്കൾക്ക്. അതുകൊണ്ട് വ്യാജ ആരോപണങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ചിലരെയൊക്കെ ആദ്യം ഇറക്കി ഇപ്പൊ നേരിട്ട് തന്നെ കളത്തിലിറങ്ങിയിരിക്കുന്നത്. വോട്ടർമാർക്കിടയിൽ ശക്തമായിട്ടുള്ള LDF UDF വിരുദ്ധ വികാരമാണുള്ളത്. എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രതിഫലിക്കും. വികസനത്തിനായിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ വ്യാജ ആരോപണങ്ങൾ, അര ദിവസത്തെ ആയുസ് പോലും ഇല്ലാത്ത ആരോപണങ്ങൾ ദയവായിട്ട് മാധ്യമങ്ങൾ ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് എനിക്ക് പറയുന്നത്. ഒരു കാര്യവുമില്ലാത്ത ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയിലേക്ക് ആളുകൾ വരുന്നതിന് ഞങ്ങള് എല്ലാ പാർട്ടിയിൽ നിന്നും ഞങ്ങളിൽ ആളുകൾ വരുന്നുണ്ട്. കോൺഗ്രസിൽ നിന്ന് മാത്രമേ ആളുകൾ വരാവൂ എന്ന് ശാഠ്യം പിടിക്കരുത്. CPM അങ്ങനെ ഒരു ശാഠ്യം പിടിക്കരുത്. മാധ്യമങ്ങളും അങ്ങനെ ശാഠ്യം പിടിക്കരുത്. കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, LDF-ൽ നിന്നും ആളുകൾ വരും, നേതാക്കന്മാർ വരണം. അതിനുവേണ്ടി കാര്യങ്ങൾ നടക്കുമ്പോൾ ഉടനെ CPM BJP ധാരണ എന്ന് എന്താണ് പറയുന്നത്? കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം വന്നപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചില്ലല്ലോ. എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകൾ BJP-യിലേക്ക് വരും. അത് തുടർച്ചയായിട്ട് ഈ ജൂൺ 4-ന് ശേഷം വ്യാപകമായ നിലയിൽ ആളുകൾ BJP-യിലേക്ക് വരും. വെറുതെ കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. LDF-ഉം UDF-ഉം തകർച്ചയുടെ വക്കിലാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് പൂർണ്ണമായിട്ടുള്ള തകർച്ചയിലേക്ക് പോകും.